എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഷുഗർ അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റോബിനെ ടോയാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷെ എന്താ ആ ബഹളത്തിനിടയിൽ റോബിനുമായിട്ടുള്ള കോൺട്രാക്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ അവൾ വിട്ടുപോയി. റോബിൻ അവൾ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇപ്പൊ ഒരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കും. ഇവിടെ ലിയോയ്ക്കാണെങ്കിൽ അനക്കമില്ല. അവന്റെ കയ്യിലെ ആ ഒരു ഫ്രൂട്ട് അത് ഉരുണ്ടുരുണ്ട് പോയി ഷുഗറിന്റെ അടുത്ത് വന്ന് വീഴും. അവൾ ആ ഫ്രൂട്ടിലേക്ക് തന്നെ തുറച്ചു നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഡെലിഞ്ചർ അവനാണെങ്കിൽ ഫ്രാങ്കിയെ ഇട്ടിച്ച് തെറിപ്പിക്കും. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് നേവിക്കാരാണെങ്കിൽ ഗ്യാപ്പ് വിടാതെ ഫ്രാങ്കിയെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെലിഞ്ചർ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടണം നിങ്ങൾ, അവൻ എന്റെ ഇരയാണ്, അവനെ കൊല്ലാനുള്ള അധികാരവും അവകാശവും അതെനിക്ക് മാത്രമാണെന്ന് പറയും. പക്ഷെ നേവിക്കാരാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ നിർത്താതെ ഷൂട്ട് ചെയ്യും. ഫ്രാങ്കി ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവന്റെ കൈ നീട്ടി എല്ലാവരെയും അടിച്ച് ദൂരത്തേക്കിടും. അതിനുശേഷം വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഫ്രാങ്കിക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവരെ അടിച്ച് തെറിപ്പിച്ച് ഒരു ഹൗസിലൂടെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഫാക്ടറിയിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ പോയാൽ ഇവരെല്ലാവരും ഫ്രാങ്കിയെ ഫോളോ ചെയ്ത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ച അവരുടെ SOP മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഫ്രാങ്കി അവിടെ നിന്ന് അറ്റാക്ക് മാത്രം ചെയ്യുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉസോപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉസോപ്പ്, നീ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. SOP മിഷൻ അത് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാൻ നീ അവരെ ഹെൽപ്പ് ചെയ്യണം. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ലൂഫിയും ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ ഒരുപാട് നേരമായി ഡോഫ്ലമിംഗോയുടെ മൂവ്മെന്റ്സ് അത് വാച്ച് ചെയ്യാണ്. വയലറ്റ് ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവരെന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്നും മനസ്സിലാക്കും. അവളത് തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഷോക്കായിട്ട് ലൂഫിയെ നോക്കുകയാണ്. നമ്മുടെ പ്ലാൻ അതൊക്കെ തെറ്റി. ആ സ്മൈൽ പെണ്ണും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വേറൊരുത്തനും അവർ രണ്ടുപേരും ചേർന്ന് കിൽ പീപ്പിൾസിനെ എല്ലാം തന്നെ അടിച്ച് തകർത്തിരിക്കുകയാണ്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ രണ്ടാൾക്കാരും അവർക്ക് രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല. അതിന് ലൂഫി പറയും, എങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും ബാക്കി കാര്യം അത് അവർ നോക്കിക്കോളും. കട്ട് ചെയ്താ ഇവിടെ ആ ഷുഗർ പെണ്ണ് അവളാണെങ്കിൽ ലിയോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്രൂട്ട് കയ്യിലെടുക്കും. ഇവരെന്തിനാ ഈ ഒരു ഫ്രൂട്ട് ഇതെന്നെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് ചിന്തിച്ച് അവൾ അതിൽ തന്നെ നോക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് ആണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവനങ്ങനെ ഓടുന്തോറും അവന്റെ മനസ്സിൽ ആ ലിറ്റിൽ പീപ്പിൾസ് അവരുടെ കഷ്ടപ്പാടുകളായിരിക്കും അവന് ഓർമ്മ വരിക. ഉസോപ്പ് ആണെങ്കിൽ തീർത്ത് പറയും, എനിക്ക് ഇവരോട് നല്ല സഹതാപമുണ്ട്, സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മണ്ടന്മാർക്ക് ഒട്ടും ബുദ്ധിയില്ല. ഇവരെ പോലെ ഞാനും മണ്ടത്തരം കാണിച്ച എന്റെ കാര്യവും അതോ ഗതിയായിരിക്കും. ആക്ച്വലി ആ ഫ്രാങ്കി അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനിതിൽ വന്ന് പെട്ടതെന്ന് പറഞ്ഞ് ഉസോപ്പ് ഇപ്പൊ ജീവനും കൊണ്ട് ഓടും. റോബിനാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഉസോപ്പിനെ അന്വേഷിക്കുകയാണ്. കാരണം റോബിനെ അവളെ ഇനി പഴയ നിലയിലാക്കണമെങ്കിൽ അതിന് ഉസോപ്പിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഉസോപ്പ് ആണെങ്കിൽ ഒരു വിധത്തിൽ ഓടി ഓടി ആ തുരങ്കത്തിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ തുരങ്കം വഴി അവന് പോകാനായിട്ട് കഴിയില്ല. സോ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് കണ്ടെത്തി അതിലൂടെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവൻ അടുത്തായിട്ട് ലിഫ്റ്റ് ലക്ഷ്യമാക്കി ഓടും. ഇവിടെ അതേസമയം ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ വീണ്ടും അവരുടെ ജോലി അത് പുനരാരംഭിക്കുകയാണ്. ഇവിടെ ആ ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ഇപ്പോൾ ഉസോലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വില്ലന്മാരാണെങ്കിൽ അവർ പറയുന്ന ആ ഒരു പേര് അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണ്. ലിയോ ആണെങ്കിൽ ഇപ്പോൾ ഉസോപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അവന്റെ തൊട്ടടുത്ത് ഒരു മൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉസോപ്പിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതവിടെ മുഴുവൻ കേൾക്കുകയാണ്. ഞങ്ങളുടെ ഉസോലാൻഡ് അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങളെ രക്ഷിക്കാൻ വരും. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. കൃത്യസമയത്ത് വന്ന് അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കും. ഉസോപ്പ് ആണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ട്രഫോൾ ആണെങ്കിൽ ലിയോയെ കളിയാക്കുകയാണ്. നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണ്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷേ ബ്രെയിൻ മാത്രം ദൈവം നിങ്ങൾക്ക് തന്നില്ല. ഏതോ ഒരു വിഡ്ഢിയുടെ വാക്ക് കേട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഉസോലാൻഡിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അത് കേട്ട് ലിറ്റിൽ പീപ്പിൾസിനും ലിയോയ്ക്കും ടെൻഷൻ കൂടി വരികയാണ്. ലിയോ ആണെങ്കിൽ ഇപ്പൊ രണ്ടും കൽപ്പിച്ച് ചാടി എഴുന്നേക്കും. ഉസോലാൻഡ് അദ്ദേഹം ഒരു കാരണവശാലും ഞങ്ങളെ പറ്റിക്കില്ല എന്ന് അവൻ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തില് വിളിച്ചു പോകും. ലിയോയുടെ നിലവിളി കേട്ട് ഇപ്പൊ ഉസോപ്പ് അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി പോവാണ്. അവൻ ആ ലിഫ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടും അവനെ കൊണ്ട് അതിലേക്ക് കയറാൻ കഴിയില്ല. ലിയോ ആണെങ്കിൽ വീണ്ടും വിളിച്ചു പറയും, ഉസോലാൻഡ് അദ്ദേഹം ഒരു കാരണവശാലും ഞങ്ങളെ ഇട്ടിട്ട് പോവില്ല. അദ്ദേഹം ആ ന്യൂലാൻഡിന്റെ പരമ്പരയാണ്. ഞങ്ങളെ രക്ഷിക്കാനാണ് അദ്ദേഹം ഇവിടേക്ക് വന്നതുപോലും. ഞങ്ങളുടെ ഫുൾ കോൺഫിഡൻസും ശക്തിയും എല്ലാം അദ്ദേഹമാണ്.
അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നത്. ഞങ്ങൾ ചിലപ്പോൾ നിസ്സാരക്കാരായിരിക്കാം, പക്ഷെ അദ്ദേഹത്തെ നിങ്ങൾ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അദ്ദേഹം ഒരു കാരണവശാലും ഞങ്ങളോട് കള്ളം പറയില്ല. അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് തന്നതാണ് ഞങ്ങളെ രക്ഷിക്കാമെന്ന്. അത് കേട്ട് ബാക്കിയുള്ളവരും ഇപ്പോൾ ഉസോലാൻഡ് എന്ന ഒച്ചത്തിൽ വിളിച്ച് പറയാൻ തുടങ്ങും, ഇവിടെ നമ്മുടെ ചക്കൻ അവൻ പല്ല് കടിച്ചു നിൽക്കും. ലിയോയ്ക്കാണെങ്കിൽ അവന്റെ എനർജി അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശരിക്കും നിൽക്കാൻ പോലും കഴിയാതെ അവൻ താഴേക്ക് വീഴും. മാത്രമല്ല അവന്റെ ബോഡി മുഴുവൻ ചോര. അവൻ വീണ്ടും വീണ്ടും അവരോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഉസോലാൻഡ്. അദ്ദേഹം കറക്റ്റ് സമയമാകുമ്പോൾ പ്ലാൻ ചെയ്തതനുസരിച്ച് ഇവിടേക്ക് ചാടി വീണ് നിങ്ങളെ അട്ടിച്ച് തൂഫാനാക്കും. അത് കേട്ട വില്ലൻ അവൻ ലിയോയെ ചവിട്ടി താഴെയിട്ട് അവനങ്ങനെ ചവിട്ടി മെതിക്കുകയാണ്. ലിയോ ആണെങ്കിൽ നിലവിളിക്കും. അപ്പോഴും ഉസോപ്പിന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. ലിയോയും അവന്റെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ചേർന്ന് ഉസോപ്പിന്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നോലാൻഡും ഷുഗറും ആണെങ്കിൽ അവർ ഉസോപ്പിന്റെ പേര് വിളിക്കുന്നത് കേട്ട് അവരെ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കും. ട്രബോൾ ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ ഇതുപോലെ കരഞ്ഞ് എന്റെ കാൽ കീഴിൽ കടന്ന് ചാവാൻ പോവാണ്. നിങ്ങളെ രക്ഷിക്കാൻ ഒരു ലാൻഡിൽ നിന്നും ആരും വരില്ല. അതിന് ലിയോയുടെ ഫ്രണ്ട്സ് അവർ ഉറപ്പിച്ചു പറയും, ലിയോ പറഞ്ഞത് സത്യമാണ് ഉസോലാൻഡ്, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കാൻ വരും. ലിയോയുടെ വാക്കിലും അദ്ദേഹത്തിന്റെ വാക്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും ഉസോപ്പിന്റെ പേര് വിളിക്കും. ഉസോപ്പാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് പൊട്ടിക്കരയും. അവന്റെ മനസ്സിൽ ഒരുപാട് സമയം അവരോട് ഗിവപ്പ് ചെയ്യാൻ പറയും. ദയവ് ചെയ്ത് നിങ്ങൾ ഗിവപ്പ് ചെയ്യ്, നമ്മളെ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ലിറ്റിൽ പീപ്പിൾസിനാണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവർ മരിക്കുന്ന ഘട്ടത്തിൽ പോലും വീണ്ടും വീണ്ടും പ്രതീക്ഷ കൈവിടാതെ ഉസോപ്പിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനാ വില്ലൻ അവൻ ഓരോരുത്തരുടെ ദേഹത്തൂടെ അങ്ങനെ കാല് വെച്ച് ചവിട്ടി മെതിക്കും. ആ വില്ലനാണെങ്കിൽ അവരോട് പറയും, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ നേതാവ് അവനോട് വരാൻ പറ, എന്നോട് ഫേസ് ടു ഫേസ് അവനോട് ഏറ്റുമുട്ടാനായിട്ട് പറ. ആ അത്തുകേട്ട ഉസോപ്പ് ഇപ്പം അങ്ങനെ തിരിഞ്ഞ് ചാടി ഓടി അവന്റെ അടുത്തേക്ക് വരും. നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഉസോപ്പിനെ കണ്ട് റോബിൻ, നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ഒരുപാട് സന്തോഷിക്കും. ആ വില്ലന്മാരാണെങ്കിൽ അവനെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഉസോപ്പ് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഞാൻ പറഞ്ഞ എല്ലാ ഗുണ്ടും വിശ്വസിച്ചല്ലേ? ഞാൻ ആക്ച്വലി നിങ്ങളോട് എല്ലാവരോടും കള്ളം പറയായിരുന്നു. ഞാൻ നിങ്ങൾ കരുതും പോലെ ഉസോലാൻഡോ സൂപ്പർ ഹീറോയോ ഒന്നുമല്ല. എന്റെ പേര് ഉസോപ്പ് എന്നാണ്. ഞാൻ ട്രോഹ ടീമിലെ വെറും ഒരു പൈററ്റ് മാത്രമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അത് കേട്ട് ഇപ്പൊ ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ഷോക്കാവും. ലിയോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഇവൻ വെറും ഒരു പൈററ്റായിരുന്നു. ഇവൻ നമ്മളെല്ലാവരെയും ചതിക്കുകയായിരുന്നു. ഉസോപ്പ് ആണെങ്കിൽ വീണ്ടും അവരോട് പറയും, ഒരു കാരണവശാലും എന്നെ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ വെറും ഒരു പൈററ്റ് മാത്രമാണ്. എന്റെ ഗതികേട് കൊണ്ടാണ് എനിക്കിത് മുഴുവൻ ചെയ്യേണ്ടി വന്നതെന്ന് അവൻ പറയും. അത് കേട്ട് ആ വില്ലനാണെങ്കിൽ പരിഹസിച്ചിരിക്കുകയാണ്. ഞാൻ കരുതിയത് നിനക്ക് ഇവരെ കഴിഞ്ഞും ബുദ്ധി ഉണ്ടാവുമെന്നാണ്. നീ ലിറ്റിൽ പീപ്പിൾസിനെ കഴിഞ്ഞും മരമണ്ടനാണ്. അതുകൊണ്ടാണ് നീ തിരിച്ച് ഇവിടേക്ക് വന്ന് എന്റെ മുൻപിൽ വന്ന് പെട്ടത്. അതിന് ഉസോപ്പാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവന്റെ ആയുധം അത് കയ്യിലെടുക്കും. അതിനുശേഷം അവരോട് പറയും, നിങ്ങൾ എന്റെ മേലെ വെച്ച വിശ്വാസം അതാണ് എന്നെ വീണ്ടും തിരികെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്റെ മരണം വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ഇൻ കേസ് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലെജൻഡറി ഹീറോസിന്റെ കൂടെ എന്റെ ശിലയും വെക്കണമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കണ്ട് നമ്മുടെ ലിറ്റിൽ പീപ്പിൾസിനും അവിടെ മുൻപുണ്ടായിരുന്ന ലിറ്റിൽ പീപ്പിൾസിനും എല്ലാവർക്കും ഭയങ്കര അതിശയവും സന്തോഷവും. ഷുഗറിനാണെങ്കിൽ അവിടെ നടക്കുന്നൊന്നും ഒട്ടും ഇഷ്ടാവില്ല. അവളിപ്പോ അവനോട് സ്ലൈം വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അവനുടനെ അവന്റെ സ്ലൈം ഉസോപ്പിന് നേരെ അയക്കും. അവന്റെ ആ സ്ലൈം പവർ അത് ക്ലോസ് തന്റെ താമസം. ഉസോപ്പ് ഒരു സീഡ് വെച്ച് അതങ്ങനെ തകർക്കുകയാണ്. ലിറ്റിൽ പീപ്പിൾ എല്ലാവരും ഉസോപ്പിന്റെ പേര് വിളിച്ച് തുള്ളിച്ചാടും. അങ്ങനെ പുതിയൊരു പ്രതീക്ഷയിൽ അവരെല്ലാവരും ഉസോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.